കർഷകരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള 6ാം ഘട്ട ചർച്ച ഒരു തീരുമാനവുമാകാതെ പിരിഞ്ഞു എന്നാണ് ബൽറാം നെടുങ്ങാടി അവിടെ നിന്ന് നൽകുന്ന വിവരം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും കർഷകർ വ്യക്തമാക്കി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർഷക രോഷം പല മേഖലകളിലും എത്രത്തോളം സർക്കാരിനെ ബാധിച്ചുവെന്ന് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ഈ കർഷകരുടെ ആ ഒരു സങ്കടങ്ങളും പരിഭവങ്ങളും ആവലാതികളും ഒക്കെ തുടരുകയാണ്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അവർക്കൊരു ഉറപ്പും ലഭിക്കുന്നില്ല. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ. കർഷകരുടെ പ്രതിഷേധം അത് ഒരു വർഷത്തിലേറെയായി തുടരുകയാണ് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ. അതിൽ 6ാം ഘട്ട ചർച്ചയാണ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ചണ്ഡീഗഡിൽ വെച്ച് നടന്നത്. എന്നാൽ ആ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ മാസങ്ങളായി നിരാഹാര സമരം നടത്തി വരികയായിരുന്ന കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ ആംബുലൻസിൽ എത്തിയാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 17 കർഷകരുമായി ചർച്ച നടത്തിയത്. പ്രധാന ആവശ്യമായി ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് വേണം എന്നുള്ളതാണ്. എന്നാൽ അത് കർഷകർ കണക്കാക്കുന്നതിനേക്കാൾ വലിയ ചെലവ് വരും എന്നാണ് കേന്ദ്രം അറിയിച്ചത്. തുടർന്നാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത്. വരുന്ന മാർച്ച് 19-ന് ചണ്ഡീഗഡിൽ വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം. സുചിന പ്രജിൻ. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്, തീരുമാനമാവുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. അപ്പോൾ കർഷകരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്ന അടുത്ത ഘട്ടത്തിലെ ചർച്ചയിൽ നമുക്ക് നോക്കാം, അല്ലേ?